ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. ലേസ് വെച്ചിട്ട് ഒരു റഫിൾ സ്ക്രഞ്ചി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ ലേസ് വാങ്ങിയിട്ടുള്ളത് മീഷോ നിന്നാണ്. 150 റുപ്പീസിനാണ് ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത്. നല്ല വേർത്തിയാണ്, നല്ല ക്വാളിറ്റിയാണ്, 5 മീറ്റർ കിട്ടുകയും ചെയ്യും. ഫസ്റ്റ് ഓഫ് ഓൾ ഈ സ്ക്രഞ്ചി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതിനെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അതിനുശേഷം ഈ രണ്ട് സൈഡും തമ്മിൽ ജോയിൻ ചെയ്യുകയാണ്. താഴെ കൂടിയാണ് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാനിതായി ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്ത് കഴിയുമ്പം ഈ ഒരു ലേസ് ഇങ്ങനെ ഇരിക്കും. ഈ ലേസിൻ്റെ ലെങ്ത്ത് എടുത്തിരിക്കുന്നത് 30 ഇഞ്ചസ് ആണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിനെ രണ്ടിൻ്റെ എഡ്ജസ് തമ്മിൽ ജോയിൻ ചെയ്യുകയാണ്. ആ സമയത്ത് നമ്മുടെ റൈറ്റ് സൈഡാണ് ഉള്ളിലേക്കായിട്ട് വരേണ്ടത്. അങ്ങനെ രണ്ട് എഡ്ജസ് തമ്മിലും ജോയിൻ ചെയ്യാൻ വേണ്ടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ റൈറ്റ് സൈഡിനെ പുറത്തേക്കാകുന്ന രീതിയിൽ മടക്കിയെടുക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിൽ റോങ് സൈഡാണ് ഉള്ളിലുള്ളത്, അതായത് അടിച്ച വശം. ഇനി അതിന് ശേഷം ഇതിലൂടെ ഇലാസ്റ്റിക്കിനെ ഇൻസേർട്ട് ചെയ്യാന്നുള്ളതാണ് നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ഒരു ഇലാസ്റ്റിക് ഇതിനെ കടത്തി വിടുന്ന രീതിയിൽ ഉള്ള ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് സ്റ്റിച്ച് കൊടുക്കാനായിട്ട്. അപ്പം ഞാനിതാ ആ ഒരു ഇലാസ്റ്റിക്കിൻ്റെ വീതിക്കനുസരിച്ചുള്ള ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ അവിടെ ഒരു ഗ്യാപ്പും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു 7 ഇഞ്ചസ് ഉള്ള ഒരു ഇലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. അതിനെ സേഫ്റ്റി പിൻ വെച്ച് ഞാൻ ഇതിലൂടെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ സ്കേർട്ടിനൊക്കെ ചെയ്യുന്ന പോലെ അതിലൂടെ കടത്തി വിടുകയാണ് ചെയ്യുന്നത്. ഇനി പ്രത്യേകിച്ച് വേറൊന്നും ചെയ്യാനില്ല. രണ്ട് ഇലാസ്റ്റിക്കും തമ്മിൽ ഒന്ന് കെട്ടിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ അവിടെ സ്റ്റിച്ച് ചെയ്യുകയോ ചെയ്തിട്ട് അതിനെ ഫിക്സ് ചെയ്യാന്നുള്ളതാണ്. ഞാൻ കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ നമ്മൾ ഈ ഇലാസ്റ്റിക്കിനെ ഇൻസേർട്ട് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന ഗ്യാപ്പില്ലേ, ആ ഗ്യാപ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അവിടെ ഒന്ന് ഫിനിഷായിട്ട് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു പ്രിട്ടി ആയിട്ടുള്ള ഒരു സ്ക്രഞ്ചി കിട്ടും.